2025 നവംബർ മാസം 25-ാം തീയതി രാവിലെ 11:58 1 മണിക്കുമുള്ള ശുഭമുഹൂർത്തത്തിനിടെ ഇന്ത്യൻ പ്രധാനമന്ത്രി ശ്രീ നരേന്ദ്രമോദി അയോധ്യ രാംലല്ല ക്ഷേത്രത്തിലെ 191 അടി ഉയരമുള്ള ഗോപുരത്തിൽ ധ്വജാരോഹണം നടത്തി. നമുക്കറിയാം, കഴിഞ്ഞ വർഷം പ്രാണപ്രതിഷ്ഠ നടത്തിയ ക്ഷേത്രത്തിലെ എല്ലാ നിർമ്മാണ പ്രവർത്തനങ്ങളും പൂർത്തിയാക്കിയതിന് ശേഷമാണ് ധ്വജാരോഹണം നടത്തുക. ഇതിന്റെ അർത്ഥം രാമജന്മക്ഷേത്രം പൂർണ്ണമായും പണി തീർന്നു കഴിഞ്ഞു. ഇവിടെ ഭാരതാംബ കാവിക്കൊടി കയ്യിലുള്ളത് കൊണ്ട് ഭാരതാംബയുടെ ചിത്രം ബഹിഷ്കരിച്ച ശ്രീ പിണറായി വിജയനൊക്കെ 6 മാസം കഴിയുമ്പോഴത്തേക്ക് തീർച്ചയായിട്ടും അയോധ്യയിൽ എത്തുമെന്ന് നമുക്കറിയാം. അവിടെ ചെല്ലുമ്പോൾ അദ്ദേഹം കാണാൻ പോകുന്നത് 20 അടി നീളവും 10 അടി പൊക്കവുമുള്ള ത്രികോണാകൃതിയിലുള്ള കാവി പതാകയാണ്. എന്തായാലും ഹിന്ദു സമൂഹത്തിനും വിശ്വാസികൾക്കും ഒരു പുണ്യദിനമായി ഈ ദിവസം മാറും എന്നുള്ള കാര്യത്തിൽ സംശയമില്ല. ഈ കേരളവുമായി ഇതിനൊരു ചെറിയ ബന്ധമുള്ളത് കൊണ്ടാണ് ഈ സ്റ്റോറി ഇത് ചെയ്യുന്നത്. എയർപോർട്ടിൽ നിന്നും അദ്ദേഹം ക്ഷേത്രത്തിലേക്ക് പോകുന്നതിന് മുമ്പ് സപ്തമന്ദിർ എന്ന സ്ഥലത്ത് ദർശനം നടത്തി. ഈ സപ്തമന്ദിർ എന്ന് പറയുന്നതില് ഒരെണ്ണം ശബരിയുടെ അമ്പലമാണ്. നമുക്കറിയാം, ശബരിമലയാണ് കേരളത്തിലെ ഇന്ന് ഏറ്റവും ചൂട് പിടിച്ച ഒരു വിഷയം. ഇപ്പൊ ശബരിക്ക് ഭഗവാൻ ശ്രീരാമൻ മോക്ഷം നൽകിയ സ്ഥലം കൂടിയാണ് ശബരിമല. എന്തായാലും ശബരി മന്ദിര ദർശനത്തോടനുബന്ധിച്ച് ശ്രീ നരേന്ദ്രമോദിക്ക് കേരളത്തിലെ ശബരിമലയിൽ നടക്കുന്ന കൊള്ളയെപ്പറ്റി ഓർമ്മയുണ്ടാകണമേ എന്നാണ് നമ്മുടെ പ്രാർത്ഥന. എന്തായാലും 108 ആചാര്യന്മാർ പങ്കെടുത്ത ഈ ചടങ്ങ് സംഭവ ബഹുലമായിരുന്നു. ആചാരങ്ങളും അനുഷ്ഠാനങ്ങളും കൃത്യമായിട്ട് പാലിച്ച് നടത്തിയ ഒരു ചടങ്ങായിരുന്നു. എന്തായാലും ഇന്ത്യൻ പ്രധാനമന്ത്രി ഒരു ക്ഷേത്രത്തിലെ ധ്വജാരോഹണം നടത്തുമ്പോൾ, അതും അയോധ്യയിലെ ക്ഷേത്രമാകുമ്പോഴത്തേക്ക് തീർച്ചയായും ചിലർക്കൊക്കെ കുരു പൊട്ടും എന്ന് നമുക്കറിയാം. കുരുക്കൾ പൊട്ടിക്കൊണ്ടേയിരിക്കും, അമ്പലങ്ങൾ വളർന്നുകൊണ്ടേയിരിക്കും. നന്ദി, നമസ്കാരം.